8 കൊല്ലത്തോളം ഉണ്ടാകാത്തൊരു കാര്യമായിരുന്നത്. അന്ന് 2 പേരെ എടുക്കാനാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. അപ്പം പലരും എന്നോട് പറഞ്ഞു ഞാനും ഒന്ന് അപേക്ഷ കൊടുക്കണം, ഈ ഇന്റർവ്യൂ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു മാത്രം. കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും ഇന്റർവ്യൂവിന് ചെന്ന് 250 പേരെ മൊത്തത്തിൽ ഇന്റർവ്യൂ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചു വന്നു, യാതൊരു പ്രതീക്ഷയും ഇന്റർവ്യൂ കഴിഞ്ഞു ഇല്ലായിരുന്നെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അത്ഭുതം പോലെ ഒരു വാർത്ത കിട്ടി, ഞാൻ ഫസ്റ്റ് റാങ്ക് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രശ്നമായി, പോയോ, ബാറിൽ നിന്ന് പോകണമോ വേണ്ടയോ. എനിക്ക് ബാറിൽ നിന്ന് ഉള്ള വരുമാനത്തെക്കാളും കേസുകളെക്കാളും ജൂനിയർമാരെക്കാളും എല്ലാം അപ്പുറത്ത് കോട്ടയത്തെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതെല്ലാം ഇട്ടേച്ച് പോണോ വേണ്ടയോ. ഏതായാലും പല പല കാരണങ്ങൾ എല്ലാം കൂടെ എടുത്ത് ഒടുവിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് അത് പോയത്. നമ്മുടെ ഈ സുപ്രീം കോടതി ജഡ്ജി സ്ഥാനമൊക്കെ കഴിഞ്ഞ് പല പദവികൾ താങ്കളെ അന്വേഷിച്ചു വന്നു. എനിക്ക് തന്നെ അറിയാം, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ നാഷണൽ കൺസ്യൂമർ ഫോറം ചെയർമാനായി, മറ്റ് പല പദവികളും വന്നു. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്ത് അല്പമെങ്കിലും ഒരു കറപുരളാത്ത പൊതുജീവിതത്തിന്റെ ഉടമയാണ് ജസ്റ്റിസ് കെ ടി തോമസ് എന്ന് ആരും തലകുലുക്കി സമ്മതിക്കുന്ന കാര്യമാണ്. അല്പമെങ്കിലും കറ പറ്റിയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും നാട്ടുകാരുടെ ചിലൊരു അഭിപ്രായമുണ്ട്. അല്പമെങ്കിലും കറയോ എന്തെങ്കിലും പേരുദോഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാശ്രയ കോളേജുകളുടെ ഫീസ് നിർണ്ണയത്തെപ്പറ്റി പഠിക്കുവാനായി നിയോഗിച്ച ജസ്റ്റിസ് കമ്മീഷന്റെ പേരിലാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ഈ തേനീച്ച അല്ലെങ്കിൽ ഈ കടന്നൽ കൂടിൽ വന്ന് ഭവിക്കുകയായിരുന്നു. എൻ്റെ അറിവ് ഒരു 10 പൈസ പോലും ശമ്പളം പോലും വാങ്ങിക്കാതെയാണ് ആ പദവി ഏറ്റെടുത്തെന്നറിയാം. എന്താണ് അതങ്ങനെ വരാനുള്ള, പലതും വേണ്ട എന്ന് വെച്ചിട്ട് ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു ചേതോവികാരം? അതായത് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അംഗമായിട്ട് പ്രസിഡന്റ് എന്നെ നിയമിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ കോട്ടയത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എനിക്കതൊരു ചലഞ്ചിങ് ജോബായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് പിന്നെ ഡൽഹിയിലേക്ക് വീണ്ടും ഒരു 5 കൊല്ലത്തേക്ക് കൂടെ പോയി താമസം മാറ്റാനായിട്ട് മറ്റുള്ള ഒരു മാനസികമായ ഒരു ഒരുക്കം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റിന് എഴുതിയത് എന്നെ അതിനകത്തുനിന്ന് യോജിക്കാതിരിക്കാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞ്. ഈ നാഷണൽ കൺസ്യൂമർ ഫോറത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് വന്നില്ല. അതെനിക്ക് സമ്മതമാണോ എന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. അവിടെയുള്ള പ്രശ്നം ഇതായിരുന്നു, കോട്ടയത്തു നിന്ന് താമസം മാറ്റി വീണ്ടും ഡൽഹിയിലേക്ക് മാറേണ്ടത്. അതിനും മനസ്സിനൊരുക്കമില്ലായിരുന്നു. ആ സമയത്താണ് ഈ സുപ്രീം കോടതിയുടെ 11 അംഗ ബെഞ്ചിന്റെ വിധി വരികയും ഓരോ സംസ്ഥാനങ്ങളിലും സ്വാശ്രയ കോളേജുകളുടെ ഫീസ് നിർണ്ണയിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ വെക്കുകയും അതിന്റെ ചെയർമാനായിട്ട് ഒരു ജഡ്ജിയെ നിയമിക്കണമെന്നും പറഞ്ഞ് ആ ജഡ്ജ്മെന്റ് വന്നു. അപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജവഹർലാൽ ഗുപ്ത അദ്ദേഹം എന്നോട് ചോദിക്കാതെ എൻ്റെ പേര് അദ്ദേഹം ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്തു. വേറെ ആരുടെയും പേര് ശുപാർശ ചെയ്തില്ല. അപ്പോൾ മുഖ്യമന്ത്രി എ കെ ആന്റണി എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊരു കുഴപ്പം പിടിച്ച ഒരു ജോലിയാണെന്നറിയാം, എങ്കിലും എൻ്റെ പേര് മാത്രമേ ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാനത് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 3 കണ്ടീഷൻ പറഞ്ഞു. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ ശമ്പളം വാങ്ങിക്കില്ല. എന്തുകൊണ്ടാണ് ശമ്പളം വാങ്ങിക്കാതെ ചെയ്യാൻ തീരുമാനിച്ചെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഏതായാലും പെൻഷൻ കിട്ടുന്നുണ്ട്, അതും പൊതുഖജനാവിൽ നിന്ന് വരുന്ന പണമാണല്ലോ. അപ്പം ശമ്പളം കൂടാതെ അത്. രണ്ടാമത്തേത്, എൻ്റെ സ്വദേശമായ കോട്ടയത്ത് തന്നെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നല്ലോ. അതെ. മൂന്നാമത്തേത്, അതിനകത്തെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അത് അതിൽ ആദ്യത്തേത് സമ്മതിക്കുന്നതിന് യാതൊരു പ്രയാസമില്ലായിരുന്നല്ലോ. ബാക്കി രണ്ടും സമ്മതിച്ചു തന്നു. ആന്റണിയുടെ ഒരു വിശാല മനസ്ഥിതി കൊണ്ടും അദ്ദേഹം ഇത് നന്നായിട്ട് നടക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ആളായിരുന്നുകൊണ്ടാണ് അത് സമ്മതിച്ചത്. അങ്ങനെ കോട്ടയത്ത് അത് ആരംഭിച്ചു. അത് 100-150 സ്വാശ്രയ കോളേജുകളുടെ ഫീസ് നിർണ്ണയിക്കാനുണ്ടായിരുന്നു. ഞങ്ങളേതാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സ്വാശ്രയ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകളുടെ ഫീസ് നിശ്ചയിച്ച ആദ്യത്തെ കമ്മിറ്റി. ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനമാണ് സുപ്രീം കോടതി പൂർണ്ണമായി അംഗീകരിച്ച ആദ്യത്തെ കമ്മിറ്റി എന്നുള്ളതിലും അതുണ്ട്. അതിനോടിടയ്ക്കുണ്ടായിരുന്ന ഫീസ് വെച്ചത് വളരെ കുറഞ്ഞുപോയി എന്ന് മാനേജ്മെന്റും വളരെ കൂടിപ്പോയി എന്ന് വിദ്യാർത്ഥി സംഘടനകളും 2 കൂട്ടരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഞങ്ങളുടെ കമ്മിറ്റിക്കെതിരായിട്ടും പ്രത്യേകിച്ച് എന്നെ അതിനിടയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളത് ആരോപണം, അതെല്ലാം മീറ്റ് ചെയ്യുന്നതിനും പല ചാനലുകൾ വന്ന് ചോദിക്കുമ്പോഴും അവരെ മീറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു വൈമുഖ്യവും ഇല്ലായിരുന്നു. കാരണം അതിനകത്ത് സുതാര്യതമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒരു ചോദ്യവും മുൻകൂട്ടി എനിക്ക് തരേണ്ട ആവശ്യമില്ല. ഞാൻ എക്സ്റ്റംബറായിട്ട് മീറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ സുപ്രീം കോടതി ഞങ്ങൾ നിശ്ചയിച്ച ഫീസ് അംഗീകരിച്ചപ്പോൾ പിന്നെ അതേ സംബന്ധിച്ചിട്ടുള്ള സകല വിവാദങ്ങളും താൽക്കാലികമായി കെട്ടടങ്ങി. അല്ല, ഞാനും ചോദിക്കട്ടെ, എന്തായാലും സ്വാശ്രയ മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് പുണ്യത്തിന് വേണ്ടിയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അവർക്ക് മുടക്ക് മുതലും ലാഭവും വേണം എന്നുള്ള ന്യായമാണ്. അന്ന് നിർണയിച്ച ഫീസ് അത് അവർക്ക് മതി എന്ന ഉള്ള സങ്കല്പം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. അതിന്റെ കാരണം കോളേജ് നടത്തുന്ന, സ്വാശ്രയ കോളേജ് നടത്തുന്ന ഒരാളും അതിന് സ്ഥലത്തിനും കെട്ടിടത്തിനും വേണ്ടി മുടക്കുന്ന പൈസ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഫീസായി വാങ്ങിക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. കാരണം സ്ഥലവും കെട്ടിടവും മാനേജ്മെന്റിന്റെ സ്വത്താണ്. മാനേജ്മെന്റിന്റെ സ്വത്ത് വിദ്യാർത്ഥികളുടെ പണം കൊണ്ടായിരിക്കാൻ പാടില്ല. കോളേജ് നിർത്തിയാലും പിന്നെ അത് അവരുടെ സ്വത്താണല്ലോ. അതുകൊണ്ട് കോളേജ് നടത്തിപ്പിനുള്ള റെക്കറിംഗ് എക്സ്പെൻസസ് മാത്രമേ ഫീസായി വാങ്ങാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. പ്രധാനപ്പെട്ട തർക്കം മുഴുവനും ഉണ്ടായത് മാനേജ്മെന്റ് ബാങ്കിൽ നിന്നും വലിയ സംഖ്യകൾ കടമെടുത്താണ് അവർ സ്ഥലം വാങ്ങിക്കുകയും കെട്ടിടം പണിയുകയും ചെയ്തത്. അത് ഈടാക്കിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവർ ഫീസ് കുറഞ്ഞു പോയെന്നും പറഞ്ഞു തുടങ്ങിയത്. അതുപോലെ തന്നെ അവർ